കൂടിയാലോചനകൾക്കൊടുവിൽ ഇന്നാണ് ഇപ്പോൾ സുരക്ഷാ മന്ത്രിസഭാ യോഗം ഔദ്യോഗികമായിട്ട് നെതന്യാഹുവിന്റെ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. അതായത് വിവിധ 5 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് നെതന്യാഹു ഈ സമിതിക്ക് മുമ്പാകെ വെച്ചിരുന്നത്. 1, ബന്ദികളെ പൂർണ്ണമായിട്ടും തിരികെ എത്തിക്കുക. 2, ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക. 3, ഗസ മുനമ്പിൽ ഇസ്രായേലിന്റെ നിയന്ത്രണം നടപ്പിൽ വരുത്തുക. 4, ബദൽ സിവിലിയൻ സർക്കാർ രൂപവൽക്കരിക്കുക. 5, സൈനികവൽക്കരണം തുടങ്ങി നെതന്യാഹുവിന്റെ എല്ലാ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾക്കും ഇസ്രായേൽ മന്ത്രിസഭ അനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഗസ നഗരത്തിന്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള, തങ്ങളുടെ സൈനിക നിയന്ത്രണത്തിന് പുറത്തുള്ള ചില പ്രദേശങ്ങളിലേക്ക് മാത്രം ഭക്ഷണ വിതരണം കേന്ദ്രീകരിക്കാനുള്ള ഒരു തീരുമാനം കൂടി കൈക്കൊണ്ടിരിക്കുകയാണ്. അതായത് മധ്യ ഗസ ഭാഗത്ത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാനമായ ക്യാമ്പ് രൂപപ്പെടുത്തുകയും അവിടേക്ക് പലസ്തീൻ സമൂഹത്തെ മൊത്തം ആട്ടിത്തെളിയിച്ചുകൊണ്ട് ഏറ്റവും കുടിലമായിട്ടുള്ള ഒരു വംശഹത്യാ പദ്ധതി കൂടിയാണ് ഇതിലൂടെ നെതന്യാഹു ലക്ഷ്യം വെക്കുന്നത്. അതിനെ സൈനിക മേധാവി ഭയാനകമായിട്ടുള്ള ഒരു നീക്കമായിരിക്കും ഇസ്രായേൽ സേന നടത്താൻ പോകുന്നത്. അതിൽ നിന്ന് പിന്തിരിയണമെന്ന് സൈനിക മേധാവി നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ അതൊക്കെയും മറികടന്നുകൊണ്ടാണ് ഈ പദ്ധതിക്ക് ഒടുവിൽ മിനി മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരിക്കുന്നത്. ഈ സൈന്യത്തെ മരണക്കെണിയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും രൂപപ്പെടുക എന്നാണ് സൈനിക മേധാവി അറിയിച്ചതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബന്ദികളുടെ ജീവൻ എല്ലാ അർത്ഥത്തിലും അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ബന്ദികളുടെ ബന്ധുക്കളും ആരോപിക്കുന്നുണ്ട്. പ്രതിപക്ഷവും ബന്ദികളുടെ ബന്ധുക്കളും ചേർന്ന് ഈ തെല്ലവീവിലും ജെറൂസലമിലും ഹൈഫയിലും വലിയ തോതിൽ ഈ പ്രക്ഷോഭം ഈ രാത്രിയിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും തങ്ങളുടെ കൂടുതൽ സൈനികരെ ഒരു 25,000 സൈനികരെയെങ്കിലും പുതുതായിട്ട് റിസർവ് ബറ്റാലിയനിലേക്ക് എടുത്തുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാനുള്ള ഏറ്റവും കുടിലമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിലാണ് ഈ രാത്രിയിൽ മുതൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അതോടൊപ്പം തന്നെ മന്ത്രിസഭയും അതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീർപ്പിലാണ് എത്തിയിരിക്കുന്നത്. UN സെക്രട്ടറി ജനറൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിലുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ ഈ മാനുഷികമായിട്ടുള്ള ദുരന്തം അതിന്റെ ഏറ്റവും കടുത്ത വ്യാപ്തിയിലേക്ക് നീങ്ങാനായിരിക്കും ഇത്തരമൊരു പദ്ധതിയും അതിന്റെ പ്രയോഗവൽക്കരണവും ഇടവരുത്തുക. അതുകൊണ്ട് ആ പദ്ധതിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിച്ചിട്ടില്ല എങ്കിൽ ആയിരങ്ങൾക്ക് മരണപ്പെടുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെടുമെന്ന് കൂടിയാണ് അല്പം മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ UN സെക്രട്ടറി ജനറൽ വ്യക്തമാക്കിയിരിക്കുന്നത്. യൂറോപ്യൻ സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പൊക്കെ നൽകുന്നുണ്ട്. രക്ഷാസമിതിയുടെ അടിയന്തര യോഗം നാളെ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് പ്രയോജനമുണ്ടാകും ഈ മുന്നനുഭവങ്ങളുടെ വെളിച്ചത്തിൽ? അതാണ് സൈഫുദ്ദീൻ, നമുക്കറിയാൻ സാധിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ തീരുമാനവുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകട്ടെ എന്നൊരു നിലപാടാണ് അമേരിക്കൻ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ UN രക്ഷാസമിതി അടിയന്തര യോഗം വിളിച്ചു ചേർത്തു ഈ സ്ഥിതിഗതികളിൽ അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തി എങ്കിൽ പോലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രമേയം ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഈ പുതിയ പദ്ധതിക്കെതിരെ